അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് മൺമറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ്, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, പ്രിയങ്കരനായ മർഹൂം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഓർമ്മദിനമാണിന്ന്. നീണ്ട 53 വർഷം തികയുന്ന ഈ 53ാമത് ആണ്ട് തികയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയങ്കരനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ അനുസ്മരിക്കാൻ വേണ്ടി 2 വാക്ക് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. നീണ്ട 80 വർഷത്തോളം എടുക്കുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ ദീപം തെളിയിച്ചിട്ട് ഈ ഒരു മുസ്ലിം ലീഗ് പ്രസ്ഥാനം. അന്നത്തെ ബാങ്ക്വറ്റ് ഹാള് ഇന്നത്തെ രാജാജി ഹാളിൽ വെച്ചാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് 1948 മാർച്ച് 10 മുസ്ലിം ലീഗിനെ പ്രഖ്യാപിച്ചത്. ബഹുമാന്യനായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അതിൻ്റെ ആദ്യ പ്രസിഡൻ്റായി മുസ്ലിം ലീഗ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ 53 വർഷം അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ എന്നും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഏതായാലും ഈ വിനീതന് മദ്രാസിൽ നടന്ന മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമ്മേളനത്തിൽ വളരെ ബൃഹത്തായ 10,000 അണിനിരന്ന ആ സമ്മേളനത്തിൽ, മദ്രാസിലെ YMC ഗ്രൗണ്ടിൽ നടന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഏതായാലും ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അതിൻ്റെ ആ സമ്മേളനത്തിൻ്റെ അന്ന് ജുമാക്ക് ബഹുമാന്യനായ മർഹൂം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്തിയുറങ്ങുന്ന ഖായിദെ മില്ലത്തിൻ്റെ ആ ഒരു മസ്ജിദിലാണ് ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഏറെ സന്തോഷകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ ദുആയിരക്കാനും പ്രാർത്ഥന നടത്താനുമൊക്കെ സാധിച്ചതിലുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണ്. ആ ഖായിദെ മില്ലത്തിൻ്റെ മണ്ണിൽ അന്നത്തെ ആ ഒരു സമ്മേളനം ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സമ്മേളനമാണെന്ന് YMC ഗ്രൗണ്ടിൽ വെച്ച് നടന്നത്. ഏതായാലും ഇന്ന് ഈ 53 വർഷം പിന്നിടുമ്പോൾ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന ഒരു രാഷ്ട്രീയ നേതാവ്, സൂഫി തുല്യനും അതോടൊപ്പം തന്നെ പണ്ഡിതനുമൊക്കെയായിരുന്ന ഖായിദെ മില്ലത്ത് അന്ന് തുടങ്ങിവെച്ച ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നീണ്ട ഒരു 30 വർഷത്തോളമായി പ്രസ്ഥാനത്തിലൊരംഗമായി, സംഘടനാ തലത്തിലൊരു എളിയ ഭാരവാഹികളൊക്കെയായി സ്വതന്ത്ര തൊഴിലാളി യൂണിയനെ STUവിനെ കരുത്തേകാൻ മുന്നോട്ട് പോകുന്നു എന്നതിൽ ഏറിയ സന്തോഷം അതിലുണ്ട്. ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടായി അന്ന് ആ ഒരു ബാങ്കറ്റ് ഹാള്, വേറെ ഒരുപാട് ലോഡ്ജുകളും മറ്റ് വേദികളുമൊക്കെ ഖായിദെ മില്ലത്തും നേതാക്കളുമൊക്കെ അന്ന് ആ പരിപാടി ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പ്രഖ്യാപിക്കാൻ വേണ്ടി അത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം പ്രഖ്യാപിക്കണോ അതോ പിരിച്ചുവിടണോ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അന്നത്തെ നേതാക്കളൊക്കെ, മറ്റു ഇതര രാഷ്ട്രീയ നേതാക്കളൊക്കെ കരുതിയത് മുസ്ലിം ലീഗ് പിരിച്ചുവിടാനാണ് ആ ഒരു വേദി അന്വേഷിക്കുന്നത് എന്ന് കരുതി അവർ ബാങ്കറ്റ് ഹാള്, ഒരുപാട് അന്നത്തെ ഇംഗ്ലീഷുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന ബാങ്കറ്റ് ഹാള് അതിന് അനുവദിക്കുകയായിരുന്നു. എന്നാൽ അവിടെ മീറ്റിംഗ് വിളിച്ച് മുസ്ലിം ലീഗ് പിരിച്ചുവിടണോ എന്നുള്ളത് അതോ മുൻപോട്ട് പോകണോ എന്നുള്ളത് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ പിറവിയെടുക്കുകയായിരുന്നു. 1948 മാർച്ച് 10
മദ്രാസിലെ ഇന്നത്തെ രാജാജി ഹാളിൽ വെച്ച്. ആ രാജാജി ഹാളിലും അതോടൊപ്പം തന്നെ നമുക്ക് അന്നത്തെ മദ്രാസിലെ സമ്മേളനത്തോടനുബന്ധിച്ച് ആ രാജാജി ഹാളിൽ നടത്തുന്ന പ്രോഗ്രാമിലും സംബന്ധിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും. അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, നമ്മളുടെയൊക്കെ സഹപ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും അത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം സമ്മാനിച്ച ഒരു വേദിയായിരുന്നു. ഇന്നും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അപ്പോൾ തന്നെ രാജാജി ഹാളും നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിട്ടുപിരിഞ്ഞ് ഇന്നേക്ക് 53 വർഷം തികയുകയാണ്. ഇന്ത്യൻ മുസ്ലിംകൾക്ക് മതേതര പാന്താവ് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ഇന്ത്യയിൽ എങ്ങനെ സംഘടിക്കണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വഴികാട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘടനയ്ക്ക് വ്യക്തമായ ദിശാബോധവും അച്ചടക്കവും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതുകൊണ്ട് പ്രസ്ഥാനമായും സിസ്റ്റമായും പാർട്ടി രൂപപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ആ സിസ്റ്റത്തിലൂടെ മുസ്ലിം ബഹുജനങ്ങളെ നടത്തിക്കാനുള്ള അതികഠിനമായ ജോലിയാണ് അദ്ദേഹം ജീവിതകാലത്ത് ചെയ്തു തീർത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിന് വർഗീയ മുദ്ര കുത്തപ്പെട്ട കാലത്ത് എതിരാളികളെപ്പോലും കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നതാണ് സത്യം. അതേ പാതയിലൂടെ സഞ്ചരിച്ച നേതാക്കളും അണികളും ആ ദൗത്യം ഏറ്റെടുത്തു. മുസ്ലിം ലീഗിൻ്റെ ഏതൊരു നേതാവിനെയും പ്രവർത്തകനെയും പരിശോധിച്ചാൽ അവർ ഓരോരുത്തരും ഓരോ ചരിത്രമാണ്. നമ്മൾ ഓരോ നേതാക്കളെയും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു ചരിത്രമായിരിക്കും എന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. നേതൃത്വമോ പദവികളോ ആഗ്രഹിക്കാത്ത ജനലക്ഷങ്ങളാണ് മുസ്ലിം ലീഗിന് വേണ്ടി പടവെട്ടി ഇന്ന് ഈ നിലയിൽ മുസ്ലിം ലീഗിനെ പടുത്തുയർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല, അറിയണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഖായിദെ മില്ലത്തിൻ്റെ ഉപദേശങ്ങൾക്കൊപ്പം ഈ പിന്നണിക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രാർത്ഥനകൾ പ്രവാചക വചനങ്ങളുടെ ആവിഷ്കാരമായിരുന്നു എന്നതാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഖ്വയുള്ളവരും പുണ്യവാന്മാരും പ്രശസ്തി ആഗ്രഹിക്കാത്തവരുമായ ആളുകളെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവർ ഒരു സദസ്സിൽ വന്നാൽ അവരെ ആരും തിരിച്ചറിയില്ല. അവർ വന്നില്ലെങ്കിൽ ആരും അവരെ അന്വേഷിക്കുകയുമില്ല. അവരുടെ ഹൃദയങ്ങൾ പ്രകാശദീപങ്ങളാണ്. ഇരുൾമുറ്റിയ എല്ലാ വിജന പ്രദേശത്തും അവർ വരും. അങ്ങനെയുള്ളവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കെട്ടിപ്പടുത്തതെന്ന് ഖായിദെ മില്ലത്തിൻ്റെ വിഖ്യാതമായ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സൂഫി വര്യതനും ഒരു പണ്ഡിതനും ഏറെ സമ്പന്നനുമായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായി ഏറെ ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം തൻ്റെ സമ്പത്ത് മുഴുവനും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച് ദരിദ്രനായിട്ടാണ് അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരണ കാലം നടന്നത് മദ്രാസിലെ ബാങ്കറ്റ് ഹാളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നത്തെ രാജാജി ഹാളിൽ വെച്ചാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം അന്ന് പ്രഖ്യാപനം വന്നത്. 1948 മാർച്ച് 10 ആണ് ആ പ്രഖ്യാപനം വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദേശീയ കൗൺസിൽ ചേരാൻ അക്കാലത്തെ കുബേര സംഘടനകൾക്ക് പോലും ലഭ്യമില്ലാതിരുന്ന ബാങ്കറ്റ് ഹാള് ലീഗിന് ലഭിച്ചതു എന്നുള്ളത് ഏറ്റവും ആശ്ചര്യമായി നമുക്ക് തോന്നാം. ബാങ്കറ്റ് ഹാള് ഏറ്റവും ശ്രേഷ്ഠത കൂടിയ അതിഥി മന്ദിരമായിരുന്നു. ഒരു വേള കോൺഗ്രസിൻ്റെ അതിസുപ്രധാനമായ യോഗത്തിന് പോലും ഹാൾ അനുവദിച്ചു കിട്ടിയിരുന്നില്ല എന്നതാണ് സത്യം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ചർച്ചാ താവളമായിരുന്നു അത്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റനെ ഏറ്റവും തൃപ്തിപ്പെട്ട സ്ഥലം. ഇസ്മായിൽ സാഹിബ് ആകട്ടെ മദ്രാസിലെ നഗരങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എല്ലാ ലോഡ്ജുകളും മീറ്റിംഗ് ഹാളുകളുമൊക്കെ അന്വേഷിച്ചിരുന്നു. മുകളിൽ നിന്ന് വിലക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും സ്ഥലം നിഷേധിക്കുകയായിരുന്നു. അപ്പോഴാണ് ബാങ്കറ്റ് ഹാള് സുഖസുന്ദരമായി അനുവദിച്ച് കിട്ടുന്നത്. ഖായിദെ മില്ലത്തിൻ്റെ സഹയാത്രികൻ AK റിഫായി ഇത് സംബന്ധിച്ച് ഡോക്ടർ സുബ്രയ്യൻ്റെ ഒരു പ്രസ്താവന ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെ: മുസ്ലിം ലീഗ് പിരിച്ചുവിടും എന്ന
തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവർക്ക് സർക്കാർ അഗതി മന്ദിരം യോഗം ചേരാൻ വിട്ടുകൊടുത്തത്. ഖായിദെ മില്ലത്തിൻ്റെ കാലശേഷമുള്ള വലിയൊരു ലീഗ് മുന്നേറ്റമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. 2025 മെയ് 25 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന പേരിൽ ഡൽഹിയിലെയും ദാരിയാഗഞ്ചിൽ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ആഹ്ലാദം അടക്കി പിടിക്കുന്ന ഓരോ മുസ്ലിം ലീഗുകാരനും ഇതൊരു ചരിത്ര നിമിഷമാണ്. ഏതായാലും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വം, പ്രിയങ്കരനായ എഴുത്തുകാരൻ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.യുവിൻ്റെ ഇന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ, നീണ്ട അരനൂറ്റാണ്ടുകോളം കാലമായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ്.യുവിനെ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാവ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം. അദ്ദേഹം ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഇന്ന് ചന്ദ്രികയിലുണ്ട്. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 പതിറ്റാണ്ടിനടുക്കുന്നു മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ ഇന്നും 1948 മാർച്ച് 10 ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്നത്തെ ബാങ്ക്വറ്റ് ഹാളിൽ, ഇന്നത്തെ രാജാജി ഹാളിൽ വെച്ച് ഈ പ്രസ്ഥാനത്തെ എങ്ങനെ പ്രഖ്യാപിച്ചു? അത് ഒരു അണുവിട വ്യത്യാസമില്ലാതെ, അതിൻ്റെ ഹരിത പതാകയ്ക്ക് ഒരു പോറലും ഏൽക്കാതെ ഇന്നും ആ ഹരിത പതാകയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി ചിഹ്നവും കൃത്യമായി തന്നെ ആ ഒരു പ്രഖ്യാപന വേളയിൽ, അന്നത്തെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ ആ ജീവകാരുണ്യ പ്രവർത്തനവും അതേ പ്രസ്ഥാനം ഇന്നും ഉയർത്തിക്കൊണ്ടുവന്ന് വളർന്നു പന്തലിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ശ്രദ്ധേയമായ അചഞ്ചലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറി എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി ഏറ്റവും സങ്കീർണമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, മുസ്ലിങ്ങളാധീന ന്യൂനപക്ഷ വിഭാഗത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ മറ്റു പിന്നോക്കക്കാർക്കും 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി നീണ്ട ഈ 8 പതിറ്റാണ്ടോളമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയുടെ പരമോന്നത സഭയായ പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ത്യയിലെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി ശക്തമായി പ്രതിരോധിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾക്കകത്തും മുസ്ലിം ലീഗ് ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് മുസ്ലിം ലീഗിന് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പാർലമെൻറ്റിനകത്ത് ഇന്നലെ മിഞ്ഞാന്നുമൊക്കെയായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഏറ്റവും ശ്രദ്ധേയമായിക്കൊണ്ട് മുസ്ലിം ലീഗിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ന് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ അനർത്ഥമാക്കി, CH മുഹമ്മദ് കോയ സാഹിബിനെ അനർത്ഥമാക്കി, ബഡേക്കണ്ടി പോക്കർ സാഹിബിനെ അനർത്ഥമാക്കി, GM ബനാത്തുവാലയെ അനർത്ഥമാക്കി, മഹാനായ മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സാദ് സാഹിബിനെ അനർത്ഥമാക്കിക്കൊണ്ട് അതിൻ്റെ പിൻഗാമിയായി അഹമ്മദ് സാഹിബിനെ പിൻഗാമിയായി ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ബഹുമാന്യനായ ഇന്നത്തെ കാലഘട്ടത്തിലെ CH ഇറ്റി മുഹമ്മദ് ബഷീർ സാഹിബ് പാർലമെൻറ്റിൽ ഘോരമായി ഈ വഖഫ് ബില്ലിനെതിരെ അതിശക്തമായി പോരാടുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ പുതിയ ശബ്ദം, ദേശീയ നേതാവ് കൂടിയായ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP രാജ്യസഭയിൽ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതിരോധിച്ച് നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അതിശക്തമായി തന്നെ പാർലമെൻറ്റിലെ രാജ്യസഭയിൽ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാഹിബ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു.
ഇന്ന് ഏറ്റവും വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഏറ്റവും ശ്രദ്ധേയമായി പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ ശ്രദ്ധേയമായി ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന നേതൃത്വം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റു രാഷ്ട്രീയക്കാരും മറ്റു നിഷ്പക്ഷമതികളും എല്ലാ സംസ്ഥാനങ്ങളിലെ വിവിധ മുസ്ലിം സമുദായത്തിലെയും അതുപോലത്തെ മറ്റ് പിന്നോക്കക്കാരും എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രതാപത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 3 ലോക്സഭാ എം പിമാരും 2 രാജ്യസഭാ എം പിമാരുമുള്ള 5 എം പിമാരുള്ള ഒരു കാലഘട്ടത്തിലൂടെ മുസ്ലിം ലീഗ് ഇന്ന് കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ അതിശക്തമായി തന്നെ മറ്റിതര സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വേരോട്ടം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നോക്കക്കാർക്കും ദളിത് പിന്നോക്കക്കാർക്കും മുസ്ലിം സമുദായത്തിനും വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എന്നുവേണ്ട അതിൻ്റെ യൂത്ത് ലീഗിൻ്റെ വിഭാഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗവും തൊഴിലാളി വിഭാഗവും KMCCയും എല്ലാം ഇന്ന് വളർന്നു പന്തലിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രവർത്തനം തുടങ്ങി കൃത്യമായി എല്ലാ മേഖലയിലും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഏറ്റവും പ്രതാപ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആ ഒരു നിറഞ്ഞ മനസ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിനം നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ബഹുമാന്യനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് അന്ന് സംസാരിച്ചതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഇവിടെ ഉണ്ടാക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് നിറവേറ്റാമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ബഹുമാന്യനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞപ്പോൾ അന്ന് ഇസ്മായിൽ സാഹിബ് തിരിച്ചു പറഞ്ഞത്, എന്നും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ബഹുമാന്യനായ നെഹ്റു അങ്ങ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ എന്നും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് ഭരണം നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമോ എന്ന് അദ്ദേഹം കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നെഹ്റുവിനോട് അന്ന് ചോദിച്ചു. ആ ഒരു കാലഘട്ടത്തെ അനർത്ഥമാക്കിയാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സങ്കീർണ കാലഘട്ടത്തിലും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഊർജ്ജസ്വലമായി, വളരെ അസന്ദിഗ്ധമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നീണ്ട 80 വർഷത്തോളം അടുത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും അചഞ്ചലമായി മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ നമ്മൾ ഓർത്തെടുക്കുന്ന ബഹുമാന്യനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നീണ്ട 53 വർഷമായി അദ്ദേഹം നമ്മോട് വിട്ടുപിരിഞ്ഞിട്ട് ഇന്നും അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ ഓരോ മുസ്ലിം ലീഗുകാരനും വളരെ കൃത്യതയോടുകൂടെ തന്നെ അവൻ്റെ മനസ്സിനകത്ത് നിന്ന് കായിദെ മില്ലത്തിനെ ഓർത്തെടുക്കാൻ, നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ട് പോലുമില്ലാത്ത കായിദെ മില്ലത്തിനെ ഇന്നും നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഇന്നും കായിദെ മില്ലത്തിനെ നമ്മൾ ഓർത്തെടുക്കുന്നുവെങ്കിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഈ പാന്താവ്, ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റായി കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് തുടക്കം കുറിച്ച് അന്ന് ബഹുമാന്യനായ നേതാക്കളുടെ നേതൃത്വത്തിൽ സിദി സാഹിബിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് വന്ന ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും അതോടൊപ്പം തന്നെ ഉപ്പി സാഹിബിൻ്റെയും പോക്കർ സാഹിബിൻ്റെയും UA വീരാൻ സാഹിബിൻ്റെയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല പാണക്കാട് കൊടപ്പരക്കൽ തറവാട്ടുമുറ്റത്തെ പാണക്കാട് ബുക്കോയ തങ്ങളും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ നമുക്ക് പാർലമെൻറ്റിനകത്ത് നമുക്ക് എടുത്ത് പറയാൻ ഓരോ കാലഘട്ടത്തിലെയും ബറേക്കണ്ടി ബോക്കർ സാഹിബാണെങ്കിലും CH ആണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും അതുപോലെ തന്നെ സേട്ടു സാഹിബാണെങ്കിലും ബനാത്ത് വാല സാഹിബാണെങ്കിലും അഹമ്മദ് സാഹിബാണെങ്കിലും നമുക്ക് മൺമറഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വാനോളം ഉയർത്താൻ പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ത്യയിലും മറ്റ്
വിദേശ രാഷ്ട്രങ്ങളിലുമൊക്കെ മുസ്ലിം ലീഗിനെ വാനോളം ഉയർത്താൻ ഒരുപാട് പരിശ്രമിച്ച ഒരുപാട് മഹാരഥന്മാരായ നേതാക്കൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. ബഹുമാനനായ ഈ കായിക മില്ലത്തിനെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞ നേരത്തെ സൂചിപ്പിച്ച നേതാക്കളെയൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഏതായാലും ഈ പ്രിയപ്പെട്ട നേതാക്കൾക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ആദരിക്കട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നേതാക്കളോടൊപ്പം അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഖബറിടത്തിൽ പോയി നേരിട്ട് സിയാറത്ത് നടത്താൻ സാധിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. അന്നത്തെ ജുമാ നമസ്കാരത്തിൽ, അന്നത്തെ ആ ഒരു പ്രസംഗത്തിൽ, ആ ഒരു പള്ളിയിൽ വെച്ച് ഈ ഒരു സമ്മേളനത്തെക്കുറിച്ചും കായിക മില്ലത്തിനെക്കുറിച്ചുമൊക്കെ ആ ഖുതുബയിൽ ഖതീബ് പ്രസംഗിച്ചതൊക്കെ ഇന്നും നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഏതായാലും ഈ ഒരു നമ്മളേറെ സന്തോഷത്തിലാണ്. ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാന മന്ദിരം വരാൻ പോവുകയാണ്. മെയ് 25 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ആ ഒരു അസുലഭ സുന്ദര നിമിഷത്തിൽ നമുക്കൊക്കെ പങ്കാളികളാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്. ഈ 16-ാം തീയതി കോഴിക്കോട് കടപ്പുറത്തെ പൽക്കടലാക്കിക്കൊണ്ട് വീണ്ടും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അവിടെ അണിനിരക്കുകയാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്. ഏതായാലും അതിൽ പങ്കാളികളാവാൻ കൂടി ഈ സമയത്ത് പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ ചെയർമാൻ കൂടിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ, കായിക മില്ലത്ത് തൊട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രഥമ പ്രസിഡന്റായ കായിക മില്ലത്ത് തൊട്ട് ഇന്ന് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മുനീർ മില്ലത്ത്, ബഹുമാന്യനായ ഖാദർ മൊയ്തീൻ സാഹിബ് തൊട്ട് ബഹുമാന്യനായ ദേശീയ ജനറൽ സെക്രട്ടറി പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അങ്ങനെ പോരുന്നു ദേശീയ ട്രഷറർ ബഹുമാന്യനായ വഹാബ് സാഹിബ്, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ദേശീയ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി MP, അങ്ങനെ നേതൃത്വം നൽകുന്ന ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഇസ്ലാം സാഹിബ് അടക്കമുള്ള നേതാക്കളുടെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായി ജീവിതകാലം മുഴുവൻ ഈ ഒരു ബിന്ദുവായി പ്രവർത്തിക്കാൻ, ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മൺമറഞ്ഞ നേതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി ആദരിക്കട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.